ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ആ പഴയ വർക്ക് ഹൌസിന്റെ തണുത്തുറഞ്ഞ ഒരു മുറിയിലാണ് എല്ലാം തുടങ്ങിയത്. പുറത്ത് മഞ്ഞുകാലത്തിന്റെ കാഠിന്യമേറിയ കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. ആ ഇരുണ്ട മുറിയിൽ മങ്ങിയ വെളിച്ചത്തിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഒരു സ്ത്രീ പിടഞ്ഞു. അവളുടെ വേദന നിറഞ്ഞ ഞരക്കങ്ങൾ ആ കരിങ്കൽ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഒടുവിൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഉയർന്നു. ഒരു പുതിയ ജീവൻ, പേരോ വിലാസമോ ഇല്ലാത്ത ഒരു അനാഥൻ ഈ ക്രൂരമായ ലോകത്തേക്ക് പിറന്നു വീണു. കുഞ്ഞിന്റെ ജനനത്തോടെ ആ സ്ത്രീയുടെ ശ്വാസം നിലച്ചു. അവളുടെ മുഖത്ത് അവശേഷിച്ചത് ഒരിക്കലും മായാത്ത ഒരു വിഷാദമായിരുന്നു. അവൾ ആരായിരുന്നു? അവിടെയുണ്ടായിരുന്ന മുഷിഞ്ഞ വസ്ത്രം ധരിച്ച വൃദ്ധയായ നഴ്സ് മദ്യത്തിന്റെ ലഹരിയിൽ നിന്നുണരാതെ ചോദിച്ചു. മറുപടി പറയാൻ ആരുമുണ്ടായിരുന്നില്ല. ആരും അറിയാതെ എവിടെ നിന്നോ വന്ന് ഒരു ജീവൻ നൽകി അവൾ യാത്രയായി. അവളുടെ തണുത്തുറഞ്ഞ കൈകളിൽ നിന്ന് അടർത്തിയെടുത്ത ആ പിഞ്ചുകുഞ്ഞ് തന്റെ വിധിയെന്തെന്നറിയാതെ കീറിപ്പറഞ്ഞ തുണിക്കഷ്ണങ്ങൾക്കിടയിൽ കിടന്നു വിതുമ്പി. വർഷങ്ങൾ കടന്നുപോയി. ആ കുഞ്ഞ് ഒലിവർ വർക്ക് ഹൌസിന്റെ ഇരുണ്ട ഇടനാഴികളിൽ വളർന്നു. അവിടെ സ്നേഹമെന്ന വാക്കിന് അർത്ഥമുണ്ടായിരുന്നില്ല. വിശപ്പായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ സത്യം. മെലിഞ്ഞുണങ്ങിയ ശരീരവും കുഴിഞ്ഞ കണ്ണുകളുമുള്ള ഒലിവർ മറ്റു കുട്ടികളെപ്പോലെ തന്നെ വിധിയുടെ ക്രൂരതകൾക്ക് ഇരയായിരുന്നു. ഓരോ ദിവസവും അവർക്ക് ലഭിച്ചിരുന്നത് ഒരു ചെറിയ പാത്രം കഞ്ഞിവെള്ളം മാത്രമായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ കുട്ടികൾ പലപ്പോഴും തങ്ങളുടെ വിരലുകൾ തന്ന് കടിച്ചു തിന്നും. അവരുടെ കണ്ണുകളിൽ എപ്പോഴും ഒരേ ഒരു അപേക്ഷ മാത്രം: ഭക്ഷണം. ഒലിവറിന്റെ 9ാം പിറന്നാൾ ദിവസം വർക്ക് ഹൌസിന്റെ അന്തരീക്ഷം കൂടുതൽ കലുഷിതമായിരുന്നു. കുട്ടികൾക്കിടയിൽ ഒരു രഹസ്യ ആലോചന നടന്നു. ആരാണ് കൂടുതൽ ഭക്ഷണം ചോദിക്കുക? നറുക്കുവീണത് ഒലിവറിനാണ്. ഭയത്താൽ വിറയ്ക്കുന്ന കാലുകളോടെ കയ്യിലൊരു ഒഴിഞ്ഞ പാത്രവുമായി അവൻ മുന്നോട്ടു നടന്നു. അവിടെ ഭീമാകാരനായ കുഷിക്കാരൻ കുട്ടികൾക്ക് കഞ്ഞി വിളമ്പുന്നുണ്ടായിരുന്നു. ഒലിവർ അവന്റെ മുന്നിൽ ചെന്ന് നിന്നു. തൊണ്ടയിൽ കുരുങ്ങിയ വാക്കുകൾ പുറത്തേക്ക് വരാൻ മടിച്ചു. ഒടുവിൽ അവൻ ആ വാക്കുകൾ ഉച്ചരിച്ചു: "എനിക്ക് ഇത്തിരി കൂടി വേണം സാർ." ആ വാക്കുകൾ ആ വലിയ ഹാളിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് അനുഭവപ്പെട്ടത്. കുഷിക്കാരന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. "എന്ത്?" അയാൾ അവിശ്വസനീയതയോടെ ചോദിച്ചു. അവിടെ കൂടിയിരുന്ന അധികാരികളുടെ മുഖങ്ങളിൽ ഞെട്ടലും അമർഷവും നിറഞ്ഞു. ഒരു അനാഥക്കുട്ടി വർക്ക് ഹൌസിന്റെ നിയമങ്ങൾ ലംഘിച്ച് ഭക്ഷണം ചോദിക്കുകയോ? അത് ക്ഷമിക്കാനാവാത്ത തെറ്റായിരുന്നു. ഒലിവറിന്റെ ആ ചെറിയ ശബ്ദം കാലങ്ങളായി അവിടെ നിലനിന്നിരുന്ന അടിമത്വത്തിന്റെ ചങ്ങലകളെ ഒന്ന് ഉലച്ചു. പക്ഷെ അതിനവൻ നൽകേണ്ടി വന്ന വില വലുതായിരുന്നു. അന്ന് രാത്രി ഒലിവറിനെ ഏകാന്ത തടവിന് ശിക്ഷിച്ചു. ഇരുട്ടും തണുപ്പും നിറഞ്ഞ ഒരു ചെറിയ മുറിയിൽ അവനെ പൂട്ടിയിട്ടു. പുറത്ത് കാറ്റ് ചീറിപ്പായുന്നുണ്ടായിരുന്നു. ഒലിവർ തന്റെ മുട്ടുകളിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു. വിശപ്പും ഭയവും അവനെ വല്ലാതെ തളർത്തിയിരുന്നു. എങ്കിലും അവന്റെ ഉള്ളിലുള്ളിൽ എവിടെയോ ഒരു ചെറിയ തീപ്പൊരി അവശേഷിച്ചിരുന്നു: അതിജീവിക്കാനുള്ള ആഗ്രഹം. വർക്ക് ഹൌസിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങാത്ത സ്വാതന്ത്ര്യത്തിനായുള്ള ഒരു ദാഹം. പിറ്റേന്ന് രാവിലെ വർക്ക് ഹൌസിന്റെ ഗേറ്റിന് പുറത്തൊരു പരസ്യം പ്രത്യക്ഷപ്പെട്ടു: "ഈ കുട്ടിയെ ആർക്കെങ്കിലും വേണോ? 5 പൗണ്ട് പ്രതിഫലം." ഒലിവർ ട്വിസ്റ്റ് എന്ന ആ ചെറിയ മനുഷ്യനെ ഒഴിവാക്കാൻ അധികാരികൾ തീരുമാനിച്ചിരുന്നു. ആ പരസ്യം കാണുമ്പോൾ ഒലിവറിന് അറിയില്ലായിരുന്നു തന്റെ ജീവിതം ഇനിയങ്ങോട്ട് എങ്ങനെയൊക്കെ മാറിമറിയുമെന്ന്. വിധിയുടെ പുതിയ പരീക്ഷണങ്ങൾ അവനെ കാത്തിരിക്കുകയായിരുന്നു. എങ്കിലും ആ ഇരുണ്ട മുറിയിൽ കിടന്ന് അവൻ സ്വപ്നം കണ്ടു. വിശപ്പില്ലാത്ത, സ്നേഹം നിറഞ്ഞ ഒരു ലോകം. ആ സ്വപ്നം അവനെ മുന്നോട്ട് നയിച്ചു, അറിയാത്ത വഴികളിലൂടെ പുതിയ അനുഭവങ്ങളിലേക്ക്. ഒലിവറിന്റെ 9ാം വയസ്സിലെ ആ നിർഭാഗ്യകരമായ സംഭവം കഴിഞ്ഞ് തടവറയുടെ ഏകാന്തതയിൽ നിന്ന് അവനെ പുറത്തെത്തിച്ചപ്പോൾ വർക്ക് ഹൌസിലെ ലോകം അവന് കൂടുതൽ അപരിചിതമായി തോന്നി. 5 പൗണ്ട് പ്രതിഫലം എന്ന ബോർഡ് ഗേറ്റിനു മുന്നിൽ ഇപ്പോഴും തൂങ്ങിക്കിടക്കുന്നു. ആരെങ്കിലും തന്നെ കൊണ്ടുപോകുമോ എന്ന പേടിയും, എന്നാൽ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന ആശ്വാസവും ഒലിവറിന്റെ കുഞ്ഞു മനസ്സിനെ മാറി മാറി അലട്ടി. അധികം വൈകാതെ തന്നെ ആ വിധി അവനെ തേടിയെത്തി. മിസ്റ്റർ സൗവർബറി, വിളറിയ മുഖവും കുഴിഞ്ഞ കണ്ണുകളുമുള്ള ആ ഗ്രാമത്തിലെ ശവപ്പെട്ടി നിർമ്മാതാവ്. സൗവർബറി വർക്ക് ഹൌസിലെത്തിയത് മൃതദേഹങ്ങൾക്കുള്ള ശവപ്പെട്ടികളുടെ അളവെടുക്കാനായിരുന്നുവെങ്കിലും അയാളുടെ കണ്ണുടക്കിയത് മെലിഞ്ഞുണങ്ങിയ എന്നാൽ ഭംഗിയുള്ള കണ്ണുകളുള്ള ഒലിവറിലായിരുന്നു. "ഇവനെ എനിക്ക് തന്നേക്കൂ," അയാൾ വർക്ക് ഹൌസ് അധികാരികളോട് പറഞ്ഞു. ശവപ്പെട്ടികൾക്കൊപ്പം നിൽക്കാൻ പറ്റിയ വിഷാദഭാവം ഇവനുണ്ട്. അങ്ങനെ 5 പൗണ്ടിന്റെ കൈമാറ്റത്തിൽ ഒലിവർ എന്ന 9 വയസ്സുകാരന്റെ ജീവിതം മറ്റൊരു കൈകളിലേക്ക് മാറി.
വർക്ക് ഹൌസിലെ കഞ്ഞിയിൽ നിന്ന് ശവപ്പെട്ടി പണിശാലയിലെ അവശിഷ്ടങ്ങളിലേക്ക്. സൗവർബറിയുടെ വീട് വർക്ക് ഹൌസിനേക്കാൾ ഭയാനകമായിരുന്നു. ഇടുങ്ങിയ മുറികൾ, എല്ലായിടത്തും മരപ്പൊടിയുടെയും വാർണിഷിന്റെയും മണം, പിന്നെ എപ്പോഴും നിലനിൽക്കുന്ന മരണത്തിന്റെ സാന്നിധ്യം. സൗവർബറിയുടെ ഭാര്യ മിസ്സിസ് സൗവർബറി ഒട്ടും സ്നേഹമില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. ഒലിവറിനെ കണ്ട മാത്രയിൽ അവൾ മുഖം ചുളിച്ചു. ഇവനെന്തിനാ ഇത്ര മെലിഞ്ഞിരിക്കുന്നത്? നമ്മുടെ ബാക്കി വരുന്ന ഭക്ഷണം പോലും ഇവന് തികയില്ലല്ലോ, അവൾ പിറുപിറുത്തു. ആദ്യ ദിവസം തന്നെ ഒലിവറിന് കിടക്കാൻ കിട്ടിയത് കടയുടെ മൂലയിലുള്ള പണി തീരാത്ത ശവപ്പെട്ടികൾക്കിടയിലെ ഒരിടുങ്ങിയ സ്ഥലമായിരുന്നു. രാത്രിയിൽ എലികൾ ഓടി നടക്കുന്ന ശബ്ദവും ശവപ്പെട്ടികളുടെ നിഴലുകളും അവനെ വല്ലാതെ ഭയപ്പെടുത്തി. എന്നാൽ ഒലിവറിന് അവിടെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി നോഹ ക്ലേപോൾ എന്ന മുതിർന്ന സഹായിയായിരുന്നു. തടിച്ച മടിയനായ നോഹയ്ക്ക് തന്നെക്കാൾ ചെറിയവനായ ഒലിവറിനെ ഉപദ്രവിക്കുന്നത് ഒരു വിനോദമായിരുന്നു. ഹേയ് വർക്ക് ഹൌസ് എലി എന്നെപ്പോഴും ഒലിവറിനെ വിളിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. ഒലിവറിന്റെ വസ്ത്രങ്ങളെക്കുറിച്ചും അവന്റെ അമ്മയെക്കുറിച്ചും നോഹ നിരന്തരം പരിഹസിച്ചു. ഒലിവർ അതെല്ലാം മൗനമായി സഹിച്ചു. എവിടെ പോയാലും അവഗണനയും പരിഹാസവും മാത്രമാണ് തനിക്ക് ലഭിക്കുന്നത് എന്ന് അവൻ പതുക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒലിവർ പതുക്കെ ശവപ്പെട്ടി നിർമ്മാണത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങി. കറുത്ത തൊപ്പിയും വസ്ത്രവും ധരിച്ച് ശവസംസ്കാര ചടങ്ങുകളിൽ മിസ്റ്റർ സൗവർബറിയുടെ പിന്നാലെ നടക്കുക എന്നതായിരുന്നു അവന്റെ പ്രധാന ജോലി. ഗ്രാമവാസികൾക്കിടയിൽ ശവപ്പെട്ടിക്കാരന്റെ ചെറിയ സഹായി എന്ന പേരിൽ അവൻ അറിയപ്പെട്ടു തുടങ്ങി. മരണവീടുകളിലെ കരച്ചിലുകളും സങ്കടവും കണ്ട് അവന്റെ മനസ്സ് കൂടുതൽ മരവിച്ചു. എങ്കിലും ആ സങ്കടങ്ങൾക്കിടയിലും മരിച്ചവരുടെ മുഖത്തെ ശാന്തത അവനെ അത്ഭുതപ്പെടുത്തി. ഒരുപക്ഷെ മരണമാണ് ജീവിതത്തെക്കാൾ സമാധാനം പരമെന്ന് ആ 9 വയസ്സുകാരൻ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ഒരു ദിവസം കാര്യങ്ങൾ കൈവിട്ടുപോയി. അടുക്കളയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ നോഹ വീണ്ടും ഒലിവറിനെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി. ഇത്തവണ അവൻ ഒലിവറിന്റെ അമ്മയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു. നിന്റെ അമ്മ വെറുമൊരു തെരുവു സ്ത്രീയായിരുന്നു. അവൾ മരിച്ചില്ലായിരുന്നെങ്കിൽ ജയിലിൽ കിടന്ന് നരകിച്ചേനെ, നോഹ പരിഹസിച്ചു ചിരിച്ചു. അതുവരെ എല്ലാം സഹിച്ച ഒലിവറിന്റെ നിയന്ത്രണം അതോടെ നഷ്ടപ്പെട്ടു. അവന്റെ സിരകളിൽ രക്തം തിളച്ചു. കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പാറി. എന്റെ അമ്മയെക്കുറിച്ച് ഇനി ഒരു അക്ഷരം മിണ്ടരുത്, അവൻ അലറി. ബഹളം കേട്ട് ഓടിയെത്തിയ മിസ്സിസ് സൗവർബറിയും വേലക്കാരി ഷാർലറ്റും ചേർന്ന് ഒലിവറിനെ പിടിച്ചുമാറ്റി. അവർ അവനെ ക്രൂരമായി മർദ്ദിച്ചു. അടുവിൽ അവനെ ഇരുണ്ട ഒരു മുറിയിൽ പൂട്ടിയിട്ടു. ആ രാത്രി ഒലിവറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിവുകളുടെ വേദനയേക്കാൾ അപമാനവും ഏകാന്തതയുമാണ് അവനെ തളർത്തിയത്. ഈ ലോകത്ത് തനിക്ക് ആരുമില്ലെന്ന് അവൻ ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു. വർക്ക് ഹൌസിലും ശവപ്പെട്ടി പണിശാലയിലും തനിക്ക് ലഭിച്ചത് പീഡനങ്ങൾ മാത്രം. ഇനിയും ഇവിടെ തുടർന്നാൽ ഞാൻ മരിച്ചുപോകും എന്നവന് തോന്നി. എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം. എവിടേക്കാണെന്നറിയില്ല, പക്ഷേ ഇവിടെ നിന്നും ദൂരേക്ക്. പുലർച്ചെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒലിവർ മെല്ലെ ജനൽ തുറന്നു. പുറത്ത് മഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു. അവൻ തന്റെ ചെറിയ ഭാണ്ഡ്യവും എടുത്ത് പുറത്തേക്ക് ചാടി. തണുത്ത കാറ്റ് അവന്റെ മുഖത്ത് വീശിയടിച്ചു. തിരിഞ്ഞു നോക്കാതെ അവൻ നടന്നു. മുന്നിൽ നീണ്ടുകിടക്കുന്ന വഴി എവിടേക്കാണ് പോകുന്നത് എന്ന് അവൻ അറിഞ്ഞുകൂടാ. പക്ഷേ ആ വഴിയിൽ എവിടെയെങ്കിലും തനിക്കായി ഒരു ജീവിതം കാത്തിരിക്കുന്നുണ്ടാകുമെന്ന നേരിയ പ്രതീക്ഷ അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ വെച്ച് അവനൊരു വഴികാട്ടി ബോർഡ് കണ്ടു. ലണ്ടനിലേക്ക് 70 മൈൽ. ലണ്ടൻ വലിയ നഗരം. അവിടെ ആരും ആരെയും അറിയില്ല. അവിടെ തനിക്ക് പുതിയൊരു ജീവിതം കിട്ടിയേക്കാം. ഒലിവർ ആ ദിശയിലേക്ക് നടന്നു തുടങ്ങി. അവന്റെ കുഞ്ഞു കാലടികൾ മഞ്ഞിൽ പതിഞ്ഞു. ഒരനാഥന്റെ വലിയ യാത്ര അവിടെ ആരംഭിക്കുകയായിരുന്നു. 7 ദിവസം കഴിഞ്ഞു. ഒലിവർ ഇപ്പോഴും ലണ്ടനിലേക്കുള്ള വഴിയിലായിരുന്നു. അവന്റെ കാലുകൾ വീർത്തു വേദനിച്ചു. വസ്ത്രങ്ങൾ മഞ്ഞിലും മഴയിലും നനഞ്ഞ് പറ്റിപ്പിടിച്ചു. വിശപ്പ് അവന്റെ ഉദരത്തെ ഭീകരമായി അലട്ടി. പാതയോരങ്ങളിൽ കിട്ടുന്ന പഴങ്ങളുടെ തോലുകളും നല്ല മനസ്സുള്ള ഏതെങ്കിലും കർഷകൻ വലിച്ചെറിയുന്ന ബ്രെഡ് കഷണങ്ങളും മാത്രമായിരുന്നു അവന്റെ ഭക്ഷണം. രാത്രികളിൽ ചീത്ത കളപ്പുരകളിലോ മരങ്ങളുടെ ചുവട്ടിലോ അവൻ ഒളിച്ചുറങ്ങി. തണുപ്പിൽ വിറച്ചുകൊണ്ട് ഉറങ്ങാനാവാതെ അവൻ എണ്ണിക്കൊണ്ടിരുന്നു. എത്ര ദിവസം കൂടി നടക്കണം? എത്ര മൈൽ കൂടി കടക്കണം? ലണ്ടൻ എത്ര ദൂരെയാണ്? അവിടെ എത്തിയാൽ എന്ത് സംഭവിക്കും? ആരെങ്കിലും തനിക്ക് ജോലി തരുമോ? ഭക്ഷണം തരുമോ? 7-ാം ദിവസത്തെ സൂര്യാസ്തമയത്തോടെ ഒലിവർ ഒരു ചെറിയ പട്ടണത്തിന്റെ പ്രാന്തത്തിലെത്തി. അവൻ തളർന്നു കിടന്നു. ഒരു പഴയ വിറകുകൂട്ടിനടുത്ത് കണ്ണുകൾ ക്ഷീണം കൊണ്ടടയുന്നത് അവൻ അനുഭവിച്ചു. ഒരുപക്ഷെ ഇവിടെ തന്നെ താൻ മരിച്ചുപോകുമോ? പട്ടിണി കിടന്ന് തണുത്തുറഞ്ഞ് ആരും അറിയാതെ. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്.
ഹലോ സുഹൃത്തേ, എന്താ പറ്റിയത് നിനക്ക്? ഒലിവർ തലയുയർത്തി നോക്കി. അവന്റെ മുന്നിൽ നിൽക്കുന്നത് തന്നെപ്പോലെ പ്രായമുള്ള എന്നാൽ വൃത്തികെട്ട വസ്ത്രങ്ങളും തമാശയുള്ള തൊപ്പിയും ധരിച്ച ഒരു കുട്ടിയായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഒരു തരം ബുദ്ധിയും തന്ത്രശാലിത്വവും തെളിഞ്ഞു നിന്നു. എനിക്ക് വല്ലാതെ വിശക്കുന്നു, ഒലിവർ ദുർബലമായ ശബ്ദത്തിൽ പറഞ്ഞു. 7 ദിവസമായി ഞാൻ നടക്കുകയാണ്. തമാശക്കാരനായി തോന്നിയ ആ കുട്ടി ഒരു നിമിഷം നോക്കി നിന്നു. എന്നിട്ടവൻ പുഞ്ചിരിച്ചു. 7 ദിവസം? എവിടേക്കാണ് പോകുന്നത്? ലണ്ടൻ, ഒലിവർ മറുപടി നൽകി. ലണ്ടൻ, അതാണ് എന്റെ ഊരും. എന്റെ പേര് ജാക്ക് ഡോക്കിൻസ്. എന്നാൽ എല്ലാവരും എന്നെ വിളിക്കുന്നത് ആർട്ട്ഫുൾ ഡോഡ്ജർ എന്നാണ്. എഴുന്നേൽക്ക് സുഹൃത്തെ, ഞാൻ നിനക്ക് ഭക്ഷണം കൊടുക്കാം. പിന്നെ ലണ്ടനിൽ താമസിക്കാനൊരിടം കൂടിയുണ്ട്. ഒലിവറിന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ ക്രൂരമായ ലോകത്ത് ആരെങ്കിലും തനിക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നുവോ? ആർട്ട്ഫുൾ ഡോഡ്ജർ അവനെ ഒരു ചെറിയ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒലിവറിന് റൊട്ടിയും ഹാമും ലഭിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവൻ വയറു നിറയെ ഭക്ഷണം കഴിച്ചു. ആ നിമിഷം ഡോഡ്ജർ അവന് മാലാഖ പോലെ തോന്നി. അവർ രാത്രി മുഴുവൻ നടന്നു ലണ്ടൻ നഗരത്തിലേക്ക്. പുലർച്ചെയായപ്പോൾ അവർ ലണ്ടന്റെ വാതിൽപ്പടിയിലെത്തി. ലണ്ടൻ, വലിയ നഗരം. എന്നാൽ ഡോഡ്ജർ ഒലിവറിനെ കൊണ്ടുപോയത് നഗരത്തിന്റെ ഏറ്റവും വൃത്തികെട്ട ഇരുണ്ട തെരുവുകളിലേക്കായിരുന്നു. ഇടുങ്ങിയ ഇടവഴികൾ, ചീഞ്ഞളിഞ്ഞ കെട്ടിടങ്ങൾ, മദ്യപന്മാരും കള്ളന്മാരും കൂടിക്കിടക്കുന്ന ഇടങ്ങൾ. ഡോഡ്ജർ ഒരു പഴകിയ കെട്ടിടത്തിന്റെ മുന്നിൽ നിന്നു. ഇതാ വന്നു, അവൻ പറഞ്ഞു. ഇവിടെയാണ് ഫാഗീൻ താമസിക്കുന്നത്. അയാൾ നല്ലവനാണ്, നമ്മളെപ്പോലുള്ള കുട്ടികളെ സഹായിക്കുന്നു. അവർ മുകളിലേക്ക് കയറി, ഇരുണ്ട പടികളിലൂടെ. അവസാനം അവർ ഒരു വലിയ മുറിയിലെത്തി. ആ മുറിയിൽ ഒരു തീയിൽ വട്ടത്തിലിരുന്നിരുന്നു 6 or 7 കുട്ടികൾ. അവരെല്ലാം സിഗരറ്റ് വലിച്ചും കളിച്ചും ചിരിച്ചുകൊണ്ടിരുന്നു. തീയിന്റെ അടുത്ത് നിന്ന് സോസേജുകൾ വറുത്തുകൊണ്ടിരുന്നത് ഒരു പ്രായമായ മനുഷ്യൻ. നീണ്ട ചുവന്ന താടിയും മൂക്കുമുള്ള വൃത്തികെട്ട വസ്ത്രം ധരിച്ച അയാൾ ഒലിവറിനെ നോക്കി പുഞ്ചിരിച്ചു. ഓഹോ, പുതിയ ആളെ കാണുന്നു ഡോഡ്ജർ, അയാൾ മധുരമായ ശബ്ദത്തിൽ ചോദിച്ചു. ഇതാണ് ഫാഗീൻ, ഡോഡ്ജർ ഒലിവറോട് മന്ത്രിച്ചു. ഫാഗീൻ ഒലിവറിനെ അടുത്തേക്ക് വിളിച്ചു. എന്താണ് നിന്റെ പേര് കുഞ്ഞെ? ഒലിവർ സാർ, ഒലിവർ ട്വിസ്റ്റ്. സ്വാഗതം ഒലിവർ, ഇവിടെ നീ സുരക്ഷിതനാണ്. ഞങ്ങളെല്ലാം ഒരു കുടുംബമാണ്. ഫാഗീൻ ഒലിവറിനൊരു സോസേജും റൊട്ടിയും നൽകി. തളർന്നുപോയ ഒലിവർ കുറച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അവനെ മൂലയിലുള്ള ഒരു പഴയ കിടക്കയിലേക്ക് നയിച്ചു. ഇവിടെ കിടന്നുറങ്ങോ കുഞ്ഞെ, നാളെ മുതൽ ഞാൻ നിന്നെ പഠിപ്പിക്കും എങ്ങനെ പണം സമ്പാദിക്കാമെന്ന്. ക്ഷീണം കൊണ്ട് ഒലിവർ ഉടൻ തന്നെ ഉറങ്ങിപ്പോയി. അയാൾക്കറിയില്ലായിരുന്നു താൻ വീണുകിടക്കുന്നത് എത്ര വലിയ അപകടത്തിലാണെന്ന്. പിറ്റേന്ന് രാവിലെ ഒലിവർ ഉണർന്നപ്പോൾ ഫാഗിൻ ഒരു പെട്ടി തുറന്ന് അകത്തുള്ള ആഭരണങ്ങളും വാച്ചുകളും പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി? ഒലിവർ നിഷ്കളങ്കമായി ചോദിച്ചു. ഫാഗിൻ ഞെട്ടിത്തിരിഞ്ഞു, പക്ഷേ പെട്ടെന്ന് തന്നെ പുഞ്ചിരിച്ചു. ഇതെല്ലാം എന്റെ വ്യാപാരത്തിന്റെ ഭാഗമാണ് കുഞ്ഞെ. ഞാൻ ആഭരണങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു.